ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് യോഗത്തിൽ ബഹളം. പഞ്ചായത്ത് സ്പെഷ്യൽ കൺവെൻഷന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് തർക്കമുണ്ടായത്. പാർട്ടിയിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോവാൻ ആവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കൾക്കെതിരെ തിരിയുകയായിരുന്നു. ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൺവെൻഷന്റെ സ്വാഗത സംഘം രൂപീകരിക്കുന്നതിന് ശനിയാഴ്ച രാത്രി തൂത ലീഗ് ഓഫീസിലാണ് യോഗം ചേർന്നത്. പെരിന്തൽമണ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആലിപ്പറമ്പ് പഞ്ചായത്ത് ലീഗിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്ന് യോഗത്തിലെത്തിയ ഒരു വിഭാഗം പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇത് വലിയ തർക്കത്തിനും ബഹളത്തിനും ഇടയാക്കി. UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 7 അംഗങ്ങൾ ചേർന്ന് കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. UDF ഔദ്യോഗിക വിഭാഗം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കാത്തതിനാൽ പരാജയപ്പെടുകയും ചെയ്തതാണ്. തുടർന്ന് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം നിന്ന അംഗങ്ങൾ 2 നേതാക്കൾ ഉൾപ്പെടെ 9 പേരെ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഈ പ്രശ്നം നിലനിൽക്കെയാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗിനകത്ത് പുതിയ തർക്കങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെയും ലീഗിനെയും ബാധിച്ചേക്കുമെന്ന് അണികൾക്കിടയിൽ ആശങ്കയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.